ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. കിങ്ഡം മൂവിയുടെ റിവ്യൂ ആണ്. ഡയറക്റ്റഡ് ആൻഡ് റിട്ടൺ ബൈ ഗൗതം തിന്നൂരി. പുള്ളിയാണ് മറ്റേ ജേഴ്സി നാനിയെ വെച്ചിട്ട് എടുത്തിട്ടുള്ള ക്രിക്കറ്റ് മൂവിയില്ലേ അത് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ പുള്ളിക്ക് ആ ഇമോഷണൽ സീൻസ് എല്ലാം എങ്ങനെ വർക്ക് ചെയ്യുന്നു, മൊത്തത്തിൽ ഓവറോൾ ഒരു ഡ്രാമ സെറ്റപ്പ് ചെയ്യാനുള്ള പുള്ളിയുടെ കഴിവ് ആ പടത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ എനിക്കിതൊന്നും അറിഞ്ഞൂടാതെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം സിനിമയ്ക്ക് പോയത്. ട്രെയിലർ തന്നെ വളരെ എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും തോന്നിയില്ല. കണ്ടു മറന്ന കുറേ സംഭവങ്ങൾ പോലെയൊക്കെ തോന്നി ട്രെയിലർ കണ്ടപ്പോൾ. പക്ഷേ ഏകദേശം ഒരു ഐഡിയ കിട്ടി സിനിമ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതിൽ നിന്നൊന്നും സിനിമ വ്യതിചലിച്ചിട്ടില്ല. പക്ഷെ സിനിമ ശരിക്കും ഞെട്ടിച്ചു. അതായത് ഞെട്ടിച്ച ഒരു കിഡിലൻ ഫസ്റ്റ് ഹാഫ്. ഇൻ ഷോർട്ടായിട്ടൊരു റിവ്യൂ പറയുകയാണെങ്കിൽ കിഡിലൻ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞ പോലെ. പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ലെറ്റ് ഡൗൺ ആയിരുന്നു. അതൊട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം അത്രയും ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കിഡിലൻ ഫസ്റ്റ് ഹാഫിന് പറ്റിയ ഒരു സെക്കൻഡ് ഹാഫ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഹാവിങ് സെഡ് ദാറ്റ്, സ്റ്റിൽ ഒരു വൺ ടൈം വാച്ചിനുള്ള എല്ലാ പെർഫോമൻസും മേക്കിങ്ങും സിനിമയിലുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പറയാം. സിനിമയുടെ സ്റ്റാർ കാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് വിജയ് ദേവർകൊണ്ട പുള്ളിയുടെ 100% ഈ പടത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതായത് ഫൈറ്റ് സീക്വൻസ് ആയിക്കോട്ടെ, ഇമോഷണൽ രംഗങ്ങളായിക്കോട്ടെ, ചെറിയ വിറ്റി സീക്വൻസുകൾ ആയിക്കോട്ടെ, ഇമ്പൾസീവായിട്ട് പെരുമാറേണ്ട സമയത്ത്, അടി പൊട്ടേണ്ട സമയത്ത് പൊട്ടിക്കുന്നതാവട്ടെ, അതെല്ലാം എനിക്കങ്ങനെ, ഞാൻ വലിയ ഫാനൊന്നുമല്ല വിജയ് ദേവർകൊണ്ടയുടെ. പക്ഷേ എനിക്ക് ഇതിനകത്തെ പ്രകടനങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ എഫേർട്ട് നന്നായിട്ട് ഇതിനകത്ത് കാണാനുണ്ട്. പണി അറിയാവുന്ന ഡയറക്ടേഴ്സിൻ്റെ പുള്ളിയെ ഏൽപ്പിച്ചാൽ ഇതുപോലത്തെ ഔട്ട്പുട്ട് തീർച്ചയായിട്ടും വരും. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളിക്ക് ഇത്രയും പൊട്ടൻഷ്യലൊക്കെ ഉണ്ട്. കൽക്കിയിലാണ് ലാസ്റ്റ് പുള്ളിയുടെ ഒരു സ്ക്രീൻ ഓറ കണ്ടത്. അത് ഉണ്ട് പുള്ളി വരുന്ന കൽക്കിയിലെ ആ റോൾ. ഇതിനകത്തും പുള്ളിക്ക് ഇതുപോലെ റെട്രോ കഥാപാത്രങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ആ ഒരു ഷെയ്ഡും വരുന്നുണ്ട്. അതൊക്കെ നന്നായി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു കരിസ്മയുണ്ട്, പുള്ളിക്കൊരു സ്ക്രീൻ ഓറയുണ്ട്. അതിൽ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ നിന്ന് 2 പേര്, ബാബുരാജും പിന്നെ നായകൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല, അതിലൂടെ വന്നിട്ടുള്ള വെങ്കടേഷ് എന്ന് പറഞ്ഞിട്ട്. ഇവർ 2 പേരും അച്ഛനും മോനുമായിട്ടാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. മെയിൻ ടീമുകളാണ് ഈ പടത്തിൻ്റെ. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ നന്നായിട്ട് ബാബുരാജിന് കിട്ടിയ സ്ക്രീൻ സ്പേസും നന്നായിട്ട് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെങ്കി തന്നെയാണ് ഡയലോഗ് ഡെലിവറി ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളിക്ക് കിട്ടിയ ഒരു കരിയർ ബെസ്റ്റ് റോളാണ് കേട്ടോ. പുള്ളിയുടെ മലയാളം പടങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് അത്ര പുള്ളി കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ടെന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ഇതിൽ പുള്ളി നല്ലൊരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് പുള്ളി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഇമ്പ്രസീവാണ്. പുള്ളിയുടെ ആ സ്ക്രീൻ സ്പേസ് അതൊക്കെ കൊള്ളാം. ഒരു മേജർ റോള് പുള്ളി ചെയ്യുന്നുണ്ട്. പുള്ളി ഭയങ്കര ഇമ്പാക്റ്റ് ആയിട്ടുള്ളൊരു റോള് ചെയ്യുന്നുണ്ട്. അത് ഭദ്രമായിരുന്നു പുള്ളിയുടെ കയ്യിൽ. സോ ഹാപ്പി. നമ്മുടെ ആൾക്കാർ മറ്റു ഭാഷകളിൽ പോയി പെർഫോമൻസ് ചെയ്ത് കൈയടി വാങ്ങുന്നത് നല്ലൊരു ഫീലാണ്. ഈ പറഞ്ഞ മെയിൻ ആക്ടേഴ്സ് അല്ലാതെ ഈ സിനിമയിൽ വേറെ ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, ചെറിയ റോൾ, ഇപ്പം നമുക്ക് പേരറിഞ്ഞൂടാത്ത ആൾക്കാർ വരെ ഇതിനകത്ത് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു വലിയ ഗുണ്ട സെറ്റപ്പിൽ ബാക്കി ഒരുപാട് പേര് അടി വാങ്ങിക്കാനായിട്ടായിരിക്കും സാധാരണ സിനിമയിലുണ്ടാവുക, പ്രത്യേകിച്ചും തെലുങ്ക് പടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ. പക്ഷേ ഇതിൽ അങ്ങനെ ചെറിയ കഥാപാത്രങ്ങൾ, അതായത് നായകൻ്റെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരെല്ലാം പെർഫോം ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് തോന്നി. അതുപോലെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിജയ് ദേവർകൊണ്ട ഇത്രയും വലിയൊരു സ്റ്റാർ, പുള്ളി ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് ഒരു വലിയ സ്റ്റാർ ആയ ഒരാളാണ്. പക്ഷെ അയാളുടെ കൂട്ടത്തിൽ അഭിനയിക്കുന്ന സത്യദേവിന് വരെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത്രയും സ്ക്രീൻ സ്പേസ് കൊടുക്കുക, അതൊരു ഡയറക്ടറിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. പുള്ളി അത് പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് ഇവരെയൊക്കെ യൂസ് ചെയ്തു എന്നുള്ളതൊരു ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. ഇടയ്ക്കൊരു സീനിൽ ഒരു അപ്പൂപ്പൻ വന്നിട്ട് ഒരു മീശ പിരിച്ചിട്ട് പോകുന്നുണ്ട്. ഒരു മാസ് സീനാണ്, അത് നല്ല രസമുണ്ട്. അനിയുടെ BGM അങ്ങനെ എടുത്തു പറയുമ്പോൾ ഈ മാസ് സീനെല്ലാം ലിഫ്റ്റ് ചെയ്യാനും പുള്ളിയുടെ BGM ത്രൂ ഔട്ട് പടത്തിന് സെറ്റായിട്ടുമുണ്ട്. മീൻ ടൈം നമുക്ക് വേറെ പടങ്ങളെല്ലാം ഓർമ്മ വരും. ഇത് മറ്റേ വിക്രം, അല്ലെ ഇത് മറ്റേ ഡോക്ടർ, അങ്ങനെ എല്ലാ പടത്തിൽ നിന്നും നമുക്ക് ഓർമ്മ വരും. പക്ഷേ ഞാൻ പുള്ളിയെ കുറ്റം പറയില്ല. പുള്ളിയുടെ പടങ്ങൾ ആഴ്ചയിൽ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാത്തിൽ നിന്നും പുള്ളി ഉണ്ടാക്കേണ്ട BGM. സോ ഇറ്റ്സ് ഫൈൻ. എന്തെങ്കിലും ഒരു റിസംബ്ലൻസ് ഉണ്ടെങ്കിലും പുള്ളി മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ഹീറോ ബിൽഡപ്പിന് വേണ്ടിയിട്ടുള്ളൊരു BGM ഉണ്ട്. അത് ഞാൻ ശ്രമിക്കാം. അതായത് ഏല 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 ഏ, ഇത് വേറെ ഏതോ തമിഴ് പടത്തിൽ അങ്ങനെ തന്നെ എടുത്തിരിക്കുന്നതാണ്. ഒരുപക്ഷെ അനിയുടെ തന്നെ ആയിരിക്കും, അല്ലാതെ അനിരുദ്ധിൻ്റെ ആയിരിക്കും. ഞങ്ങൾ അടുപ്പമുള്ളവർ ഈ അടുത്ത കാലത്തായിട്ട് അറിയാമല്ലോ, ഞങ്ങളിങ്ങനെ അനി എന്നൊക്കെയാണ് വിളിക്കുക. എനിവേസ്, അത് ഭയങ്കര രസമായിരുന്നു. ഇതിൽ നന്നായിട്ട് സൂട്ടാവുന്നുണ്ടായിരുന്നു ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പക്ഷെ അത് ഏതോ തമിഴ് പടത്തിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് പ്ലീസ് കമൻറ്റ് ചെയ്യൂ. അത് കുറേ നേരമായിട്ട് ഞാൻ സെർച്ച് ചെയ്തു. ഇത് ഏല എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ചിട്ടും കിട്ടുന്നില്ല. വാട്ട് നോൺസെൻസ് ഇസ് ദിസ് എന്ന് ഗൂഗിൾ ചോദിക്കുന്നുണ്ട്.
അതുപോലെ സിനിമയിലേക്ക് വരാം. അപ്പോൾ 1920 ഒരു ട്രൈബിനെ അറ്റാക്ക് ചെയ്യുന്ന ബ്രിട്ടീഷുകാരുടെ ഒരു സീനൊക്കെ വെച്ചിട്ടാണ് ഫസ്റ്റ് ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ മേക്കപ്പും കാര്യങ്ങളും ആ ഗോത്രവർഗത്തിൻ്റെ എല്ലാ ഓർണമെൻറ്റ്സും അതും അങ്ങനത്തെ ആ സെറ്റപ്പൊക്കെ നല്ല രസമുണ്ട്. ഒരു 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 പ്രത്യേകതയുണ്ട്, ഒരു ബിലീവബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ഹീറോ ജനിക്കുന്നതും ആ ഹീറോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാസ്കും ഇതൊക്കെ നിങ്ങൾ ട്രെയിലറിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം അതിനകത്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് ട്രെയിലറിൽ. അപ്പോൾ അവിടുന്ന് പിന്നെ ഈ ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ട് ഇവരെല്ലാം കൂടെ ഒരു ഷിപ്പിൽ വേറൊരു സ്ഥലത്തോട്ട് പോകുന്നതും അവിടെ ശ്രീലങ്കയിലാണ് ഇവർ സെറ്റിൽ ആവുന്നത്. പിന്നെ അതിനുശേഷം 70 വർഷത്തിന് ശേഷമുള്ള കഥയാണ്. അപ്പം 1990 പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതും വിജയ് ദേവരകൊണ്ട ബ്രദർ മിസ്സിങ് ആയിട്ട് പുള്ളി അന്വേഷിച്ച് നടക്കുന്നതും അങ്ങനെ ബ്രദറിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ട് ശ്രീലങ്കയിലോട്ട് പോകുന്നിടത്ത് അങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. പിന്നെ അവിടെ നിന്നുള്ള ഡെവലപ്മെൻറ്റ്, അവിടുത്തെ ഗോൾഡ് സ്മഗ്ലിംഗ് കാർട്ടൽ, ഇതൊക്കെ ഒരു പഴയ കഥകളാണ്. നമ്മൾ എത്ര വർഷങ്ങളായിട്ട് കേൾക്കുന്ന കഥകളാണെങ്കിലും ഇതിലെ ആ ഫസ്റ്റ് ഹാഫിൽ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഈ സീനെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളിയാണ്. കാരണം നമ്മൾ വിചാരിക്കും ഇപ്പം ഈ സീനാണ് വരാൻ പോകുന്നത്, കാരണം അങ്ങനെ ബിൽഡ് ചെയ്ത് വരും. അങ്ങനെ ബിൽഡ് ചെയ്ത് വന്നിട്ട് അതിനെ അങ്ങനെ ട്രാക്ക് മാറ്റി കുറച്ചുകൂടെ ബിലീവബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഡയറക്ടർ, ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ടർ. പുള്ളി അത് നന്നായി സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിലെ കിടിലം ബോട്ട് ചേസ്, ഗോൾഡ് സ്മഗ്ലിംഗ്, കാർട്ടലിൻ്റെ മീറ്റിംഗ്, അവരുടെ വോട്ടിംഗ് സിസ്റ്റം, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ തന്ന് അതിൽ ഹീറോയിക് മൊമെൻറ്റ്സ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ സബ്ബായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കുറേ പെർഫോമൻസുകളുണ്ട്. അങ്ങനെയൊക്കെ തന്ന് ഒരു ഭയങ്കര ഹൈയിൽ കൊണ്ടുപോയി പടം നിർത്തിയിട്ട് ദെയർ കംസ് ദ സെക്കൻഡ് ഹാഫ് വിച്ച് വാസ് എ ഹ്യൂജ് ലെറ്റ് ഡൗൺ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അതങ്ങോട്ട് സെറ്റായില്ല. കാരണം ഈ ഹോൾ കഥയുടെ നറേഷനിൽ പിന്നെ അങ്ങോട്ട് ഒരുപാട് ലൂപ്പ് ഹോൾസ് വരുന്ന പോലെയും, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാഫിൽ ചെയ്ത ഒരുപാട് വർക്കായ സംഭവങ്ങൾ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ കണക്ടിവിറ്റി കംപ്ലീറ്റ് പോവുകയാണ്. പിന്നെ അങ്ങോട്ട് പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടുവേർഡ്സ് ദ എൻഡ് ഇതിങ്ങനെ ആവുമെന്ന് നമുക്കറിയാം, ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്തു വെച്ച കുറേ സീനുകളുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു ബ്രില്യൻസ് ഉണ്ട്. അതെല്ലാം വർക്കാവുന്നതിന് മുമ്പ് തന്നെ ആ പടത്തിൻ്റെ ഒരു ലാഗിലോട്ട് നമ്മൾ വീണുപോയി. അതൊക്കെയാണ് കിങ്ഡം മൂവിയെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സി യാ.